പെരുന്നാൾ ദിവസം എങ്ങനെയാന്ന് കണ്ടാലോ? വയോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ടാഗ് രാവിലെ തന്നെ വിട്ടുമുണ്ടല്ലോ, അതൊരു പ്രത്യേക തന്നെ ഒരു സുഖം. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടവര് ഔട്ട്ഫിറ്റ് ചെക്ക് ഒക്കെ ചെയ്തോണ്ട് ചെയ്യുമ്പോ തമ്മോന്ന് പറയാ. പിന്നെ ഒന്നും നോക്കില്ലട്ടോ, വണ്ടി എടുത്തിട്ട് 100-110 പള്ളിക്ക് പോയി. അങ്ങനെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി കെട്ടിപ്പിടുത്താം. എനിക്കാണെങ്കിൽ വാപ്പാനും അണ്ണനെയൊക്കെ ഭയങ്കരമായിട്ടൊരു മിസ്റ്റേക്കില് കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈദുമാർക്ക് പറയുന്നില്ല. അത് പ്രത്യേകത ഒരു ഫീലാണ്ടാ. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ അടുന്നാ മരിച്ചേ? പറഞ്ഞില്ല തണ്ടി. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ അടുത്തൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്ത് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയണ്ടേ? അതല്ല എന്റെ ശരി. കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ല, അവനാണ് കുഞ്ഞാപ്പു. പിള്ളേരുടെ ഇപ്പം ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ കഴിഞ്ഞപ്പോ കസിനിക്കാക്ക വന്നു. ആളുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കണ്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ പെരുന്നാള് എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി അവിടെ തിന്നാ അവിടെ കിടക്കാം. ജുമാക്ക് പോയി വന്നോട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ പെരുന്നാളുടെ മെയിൻ സംഭവം. ചൂട് ബിരിയാണി സർലാസും പപ്പടവും ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കുമ്പോ എന്റെ പൊന്നെ ആ തട്ടത്തിമറ ഇതിൽ പറയില്ല, എന്റെ പൊന്ന് സാറേ അബ്ബാതിരി ടേസ്റ്ററൊക്കെ ഉള്ളു ഞങ്ങളെ പെരുന്നാള്. ഇനിയിപ്പൊ എങ്ങനെ കിടക്കാ പരിപാടി. ഞങ്ങൾക്ക് വൈകുന്നേരം ബീച്ചാണല്ലോ മെയിൻ പെരുന്നാളുടെ. ഞങ്ങൾ പോയാ പോയി. ശരി എന്നാ.